ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മസാല കൊഴുക്കട്ടയാണ്. ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ മസാല കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കൊഴുക്കട്ടയുടെ മാവ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇടിയപ്പത്തിൻ്റെ പൊടിയും യൂസ് ചെയ്യാം, പുട്ടിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല. പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ കൊഴുക്കട്ടയ്ക്ക് നമുക്ക് ചെറിയ തരിയായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പുട്ടിൻ്റെ പൊടിയാണ് അതിന് കറക്റ്റ് കേട്ടോ. ചെറുത് തരിതരിയുള്ളതാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നുകൂടെ പറയാം, 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂട് വെള്ളമാണ്, നല്ല തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി സപ്പോസ് വെള്ളം എങ്ങാനും കൂടി പോവുകയാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റില്ല. നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഒന്ന് ചൂടാറും. ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റഫിങ്ങും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നുള്ള് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു നുള്ള് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ജീരകവും കടുക് പൊട്ടുന്ന പോലെ ഒന്ന് പൊട്ടും. ഇപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്തോളൂ. ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്. നമുക്ക് ആദ്യം ആഡ് ചെയ്യാനുള്ളത് സവാളയാണ്. ഇതൊരു കുഞ്ഞ് സവാളയാണ് കേട്ടോ. ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരും. സവാള നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. അതിൻ്റെ കളറൊന്നും മാറണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്താലേ പെട്ടെന്നായി കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റഫിങ്ങിലും ഉപ്പ് വേണം, നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലും ഉപ്പ് വേണം. അതിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. സവാള റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതൊരു 2 സെക്കൻഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തക്കാളി, കുറച്ച് കോണ്, ചോളം, കുറച്ച് ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. ഫ്രോസണും യൂസ് ചെയ്യാം, ഫ്രഷും യൂസ് ചെയ്യാം കേട്ടോ. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ഒരു 1/4 കപ്പ് വരുന്ന മാതിരി എടുത്തിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ചെറുതാക്കി മുറിച്ചിട്ട് ആഡ് ചെയ്താണ്. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചോളം ആഡ് ചെയ്യാനുണ്ട്, പച്ചപ്പട്ടാണി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരിയാണ് ഞാൻ ചോളം എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രഷ് ഉണ്ട് കയ്യിലെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക്
പച്ചപ്പട്ടാണിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചപ്പട്ടാണി എൻ്റെ കയ്യിൽ ഫ്രോസൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ ഡ്രൈ ആയിട്ടുള്ള പച്ചപ്പട്ടാണിയില്ലേ അതൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. പച്ചപ്പട്ടാണി ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, അതിലുള്ള മോയ്സ്റ്ററൊക്കെ തന്നെ മതി. കാരണം നമുക്ക് സ്റ്റഫിങ് ഡ്രൈ ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ്. ഒരു 3-4 മിനിറ്റ് അത്രയും മതി. അതിന് ശേഷം കാണിച്ചിടാം. ഞാൻ അടപ്പ് തുറന്നു. അതിലോട്ട് ഒരു നുള്ള കൂടെ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. തുറന്ന ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടാവട്ടെ കേട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മാവ് എന്തായെന്നുള്ളത് നോക്കാം. ഞാൻ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ആഡ് ചെയ്തത് പുട്ടുപൊടിയാണ്, അതും ചെമ്പാ പുട്ടുപൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതേമാതിരി നമുക്ക് ബോൾസ് എടുക്കുമ്പോൾ അതിനെ ഉരുണ്ടയാക്കി കഴിഞ്ഞാൽ ആ ഷേപ്പ് ഹോൾഡ് ചെയ്യണം. കാരണം ഉള്ളിൽ സ്റ്റഫിങ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളതാണ്. നല്ല ടൈറ്റായി കുഴച്ചെടുത്തോളൂ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ ടൈറ്റായിട്ട് കുഴക്കാം, കുഴപ്പമില്ല. എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ആ സ്റ്റഫിങ്ങും എടുക്കാം. സ്റ്റഫിങ് ഒന്ന് തണുത്തിട്ടുണ്ട്. സ്റ്റഫിങ് എടുത്തു വെച്ചു. ഇവിടെ മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റീമറാണ്. ഒന്നല്ലെങ്കിൽ സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ സ്റ്റീം ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റീമറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ട ഭാഗം ഞാൻ വെള്ളം നിറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഓരോ ഷേപ്പ് അനുസരിച്ചിട്ട്, അതായത് ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം, വലിയ കൊഴുക്കട്ടയാണോ വേണ്ടെങ്കിൽ വലിയ കൊഴുക്കട്ട അനുസരിച്ച് ബോൾ എടുത്താൽ മതി. കയ്യിലോട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, വലിയ അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന മതിൽ തന്നെ വലിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ തന്നെ വെച്ചൊന്ന് പരത്തുകയാണ്. ചെറിയ ബോളാണ് ഇഷ്ടമെങ്കിൽ, ചെറിയ കൊഴുക്കട്ടയാണ് ഇഷ്ടമെങ്കിൽ ചെറിയ ബോൾസ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് പരത്തുകയാണ്. എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റഫിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 ഭാഗവും കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഒരു ബോളാക്കുക. എന്നിട്ട് അതേമാതിരി ബാക്കിയുള്ളത് ചെയ്യണം. കണ്ടില്ലേ, 4 ഭാഗവും ഒട്ടിച്ച് വയ്ക്കുക. ഓക്കെ, ഉള്ളിൽ സ്റ്റഫിങ് വരും, മേലെ കൊഴുക്കട്ടയുടെ ഡോയും വരും. ക്രാക്ക് വരികയാണെങ്കിൽ അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിരുന്നോളും. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ള ബോൾസും റെഡിയാക്കണം. ഓക്കെ, ഇതേമാതിരി ആദ്യത്തെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി ബാക്കിയുള്ളതും ചെയ്യാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ ഇത് എടുത്ത് വെക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ അടുത്ത പാത്രം വെക്കുകയാണ്. സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഹൈ ഫ്ലെയിമിൽ. അപ്പോഴേക്കും വെന്ത് വരും. വെന്ത ശേഷം കാണിച്ചു തരാം. അതായത് 20 മിനിറ്റ് ആയിട്ടുണ്ട്.
തുറന്ന് നോക്കാം. നമുക്ക് അടപ്പ് കൂടെ തുറന്ന് നോക്കാം. ഉണ്ടല്ലോ, കൊഴുക്കട്ട ആക്ച്വലി റെഡിയായി. നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ, ഒന്ന് വാം ആയിക്കോട്ടെ. അപ്പം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. ഞാനൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. നമുക്ക് ഏകദേശം ഒരു 8 വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലുതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണ കൂടും. ചെറുതാണോ ഇഷ്ടമെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കണ്ടുവല്ലോ, കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നില്ലേ. ഉള്ളിലുള്ള സ്റ്റഫിങ് കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കൊഴുക്കട്ട. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.